പ്രിയമുള്ളവരെ, 2 കൊച്ചുകുട്ടികൾ 2 വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ, അതിന് എനിക്ക് തോന്നിയ 2 മറുപടി, അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ അരിപ്പാലം തിരുഹൃദയ ദൈവാലയത്തിലാണ്. ആദ്യ കുർബാന സ്വീകരണത്തിന് കുട്ടികളെ ഒരുക്കാൻ അതിലൊരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ, ഈ പള്ളി എപ്പോഴാണ് അടക്കുന്നത്? എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, ഒരു 8 മണിയാവുമ്പോൾ അടക്കരുത്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമോ വെച്ചാൽ? ഞാൻ പറഞ്ഞു, ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. ഒറ്റ ലൈറ്റ് ഉണ്ടാവില്ല. ഇല്ല, ഒരു ലൈറ്റ്, ഒരു കടാവിളക്ക് കുരിശിന് താഴെയുണ്ട്, അത് കത്തും. എൻ്റെ എത്ര മണിക്ക് തുറക്കും? ഞാൻ പിറ്റേ ദിവസം കപ്പിയാർ വരുമ്പോൾ ഒരു 5:30 മണിക്ക് തുറക്കും. അപ്പോൾ അവൾ എന്നെ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു, അച്ഛാ, അപ്പോൾ രാത്രി ഇരുട്ടത്ത് ഈ ദേവാലയത്തിൽ ആരുമില്ലാതെ ആകുമ്പോൾ ഈ സക്രാരിയിലുള്ള ജീവനുള്ള ഈശോയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാവില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു ചോദ്യവും എനിക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് പറയാൻ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പം എന്തെങ്കിലും അവളോട് പറയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരണത്തിന് ഇത് നിൻ്റെ സംശയം മാത്രമല്ല, വേറെ പലർക്കും ഇതേ സംശയമുണ്ടാകും, അപ്പോൾ ഞാൻ പറയാം. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞ് ചോദിച്ച ഒരു ചോദ്യം, ഈ സക്രാരിയിൽ എൻ്റെ ജീവനുള്ള ഈശോയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാൽ ഈശോയ്ക്ക് പേടിയാവില്ലെന്നാണ്. വേറൊരു വാക്കിൽ ഇങ്ങനെ പറയാം, അച്ഛാ, ഈശോയെ എന്തിനാണ് അച്ഛാ അതിൻ്റെ ഉള്ളിലിട്ടേക്കണോ, തുറന്നോട്ടൂടെ? ശരിക്കും അങ്ങനെയാണ് ചോദിച്ചു. ഒറ്റയ്ക്ക് ഈശോയെ ആ സക്രാരിയിലിടാതെ ഒന്ന് തുറന്നു വിട്ടൂടെയാണ്. പ്രിയമുള്ളവരെ, ജീവനുള്ള ഈശോ സക്രാരി. എന്താണ് സക്രാരി എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വരുന്ന ഒരു മറുപടി, കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ ബാക്കി വരുന്ന തിരുവോസ്തി സൂക്ഷിക്കാനുള്ളൊരു സ്ഥലം. അതാണ് പെട്ടെന്നൊരു ഉത്തരം. ആ ഉത്തരം പൊട്ടത്തെറ്റ, അതല്ല ശരിക്കും ഉത്തരം. സക്രാരി എന്താണെന്ന് ചോദിച്ചാൽ ആഗോള കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1379 ഖണ്ഡികയിൽ എന്തിനാണ് സക്രാരി എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. സക്രാരി എന്ന് പറയുന്നത് രോഗികൾക്കും കുർബാനയിൽ അപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും കുർബാനയ്ക്ക് ശേഷം കുർബാന കൊടുക്കാൻ വേണ്ടി അവിടെ പരികർമ്മം ചെയ്യുന്ന തിരുവോസ്തി അത് കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ഇടം, അതാണ് സക്രാരി. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു പൊരുൾ എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ് ചോദിച്ചത് ഈ സക്രാരിയിലുള്ള ഈശോയ്ക്ക് പേടിയാവില്ല എന്നാണ്. വേറൊരു ചോദ്യം ഇതേപോലെ തന്നെ ചോദിക്കണം, ഈ സക്രാരിയിൽ എൻ്റെ ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. ഇന്നലെ ദൈവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, എൻ്റെ ഈശോ ഈ സക്രാരിയിലില്ല, ആ ഈശോ എൻ്റെ ഇവിടെയുണ്ട്. ഇന്നലെ ഈ ദൈവാലയത്തിൽ ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചവർക്ക് പറയാൻ പറ്റും, എൻ്റെ ഈശോയെ ഞാൻ ഈ സക്രാരിയിൽ ഒറ്റയ്ക്കാക്കിയിട്ടില്ല, എൻ്റെ ഈശോ എൻ്റെ കൂടെ എൻ്റെ ചങ്കിലുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ കുഞ്ഞിലൂടെ എനിക്ക് ലഭിച്ച ചോദ്യത്തിൻ്റെ യഥാർത്ഥമായ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഈശോയെ എല്ലാവരുടെയും ഈശോയായി നാം ചിത്രീകരിക്കുമ്പോഴും ഈശോയുമായി വ്യക്തിപരമായ ഒരു ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഈശോയെ എൻ്റെ ഇടവക ദൈവാലയത്തിലെ സക്രാരിയിൽ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന ഒരു തീരുമാനം നാം എടുക്കണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, എൻ്റെ ദൈവാലയത്തിൽ ബലിയർപ്പണം നടക്കുമ്പോൾ ആ ബലിയർപ്പണത്തിൽ വന്ന് പങ്കെടുത്ത് ആ ദിവ്യകാരുണ്യം ഞാനിങ്ങനെ സ്വീകരിക്കുമ്പോൾ അതിൽ ആ ഈശോയെ ഞാൻ പള്ളിയിൽ വിട്ടിട്ടല്ല പോകുന്നത്, മറിച്ച് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഈ സക്രാരിക്ക് മതബോധന ഗ്രന്ഥത്തിൽ വേറൊരു വിശദീകരണം കൂടെ നൽകുന്നുണ്ട്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലെ യഥാർത്ഥമായ ക്രിസ്തു സാന്നിധ്യം അത് പരസ്യമായ ആരാധനയ്ക്ക് സമർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ പരസ്യ ആരാധനയ്ക്കുള്ള ഈശോയെ കൂടെ ആ സക്രാരിയിലേക്ക് നാം സൂക്ഷിച്ചു വയ്ക്കാൻ ആരംഭിച്ചു. സക്രാരിയിലെ ഈശോ എന്ന് പറയുന്നത്
അത് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഈശോയല്ല. ഉള്ളിലേക്ക് കടന്നു വരാനുള്ള ഈശോയെ ഞാൻ സക്രാരിയിൽ ഒറ്റയ്ക്കിടത്തില്ല. അവനെ ഞാൻ എന്നും എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കും. ആഹരിക്കാനുള്ള ഈശോയെ ഉള്ളിലേക്കും ആരാധനയ്ക്കായുള്ള ഈശോയെ സക്രാരിയിലും നിർത്താനുള്ള വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വേറെ ഒന്നുമല്ല, എൻ്റെ ഈശോയെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കത്തില്ല. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നായിരുന്നു ക്രിസ്തുവിനെ ഒരിക്കലും ഒറ്റയ്ക്കിട്ട് പോയിട്ട്. അവളിട്ട് പോയിട്ടുണ്ട്. ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ പള്ളിയിൽ വന്നപ്പോൾ തിരിച്ചു പോയപ്പോൾ ഈശോയെ പള്ളിയിലിട്ടിട്ട് പോയി. പിന്നെ 3 ദിവസം അവൾക്ക് ആദ്യമായിരുന്നു, അങ്കലാപ്പായിരുന്നു. ഞാൻ തപ്പിപ്പിടിച്ച് ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് അവൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, എൻ്റെ ഈശോയെ ഞാൻ ഒറ്റക്കാക്കത്തില്ല. ആ ഒരു തീരുമാനമെടുത്ത് 30-ാം വയസ്സിൽ പരസ്യ ജീവിതത്തിനായി ഈശോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കാം. ഒരു കല്ലേറ് ദൂരം ഈ ഈശോയുടെ കൂടെ അവൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവിടെ ക്രിസ്തു വരുന്നതിന് മുമ്പേ അവൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈശോ ഇങ്ങനെ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ചുറ്റുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുതെന്ന വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വചനം പ്രത്യേകം പറയുന്നുണ്ട്, ഈശോയെയും ശിഷ്യന്മാരെയും ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു. അമ്മ ക്ഷണിക്കപ്പെട്ടവളായിരുന്നില്ല. കാരണം അമ്മയുടെ ഉള്ളിൽ ഒരു ആദിയുണ്ടായിരുന്നു, എൻ്റെ മകനെ ഞാൻ ഒറ്റയ്ക്കിട്ട് ഒരിക്കലും ഒരിടത്തും പോകത്തില്ല. സുവിശേഷങ്ങളിൽ പല സ്ഥലത്തും നാം ദർശിക്കുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം. എവിടെയൊക്കെയോ അമ്മ എങ്ങനെയുണ്ട്. ജനക്കൂട്ടത്തിനിടയിൽ ഒരുവൻ വന്ന് ഈശോയോട് പറയുന്നുണ്ട്, നിന്റെ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുകയാ, എൻ്റെ മകൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടോ? ഒറ്റപ്പെട്ടു പോയാൽ ഓടിയെത്താവുന്ന ഒരു ദൂരം, ഒരു അകലം പാലിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം എന്നും രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കുരിശിൻ്റെ ചുവട്ടിൽ അവൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ നിന്നത്. ആദ്യത്തെ ബലിയർപ്പണം കുരിശൻ ചുവട്ടിലായിരുന്നു. ആ കുരിശൻ ചുവട്ടിലെ ബലിയർപ്പണത്തിൽ, ആ കുരിശിൽ കിടന്നുള്ള ഈശോയുടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും യോഗ്യതയോടുകൂടെ പങ്കെടുത്തത് ഒരേ ഒരാളായിരുന്നു പരിശുദ്ധ കന്യക. ഏറ്റവും കൂടുതൽ തിരസ്കൃതമായൊരു സമയമാണ്. ആ സമയത്ത് യോഹന്നാൻ കൂടെയുണ്ട്. നമ്മൾ വിചാരിക്കും അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചതാണ്. അങ്ങനെയല്ല, നേരെ തിരിച്ച് ചിന്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നോക്കി, പിന്നെ യോഹന്നാനെ നോക്കി. യോഹന്നാനെ നോക്കിയപ്പോൾ യോഹന്നാൻ ഈശോയെ നോക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം അവന് ഒരു പ്രതീക്ഷയില്ല. 3 വർഷം കൂടെ നടന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു, അവസാനം ഒന്നും കിട്ടിയില്ല എന്നുള്ള. ഇപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കി, ഈ ശിഷ്യനെ നോക്കി, ശിഷ്യൻ നേരെ നോക്കുന്നേയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞിട്ടുണ്ടാകും, 3 വർഷം കൂടെ നടന്ന 12 എണ്ണം എൻ്റെ കൂടെ ഉണ്ടായി. ഒരുത്തൻ ഒറ്റക്കെടുത്തു, തൂങ്ങിച്ചത്തു. വേറൊരുത്തൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ബാക്കി 9 എണ്ണം എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഉള്ളതൊരുത്തൻ, അത് യോഹന്നാനാ. അവൻ ബാക്കി എല്ലാവർക്കും ഭാര്യമാരുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഇവ മാത്രം കല്യാണം കഴിക്കാതിരുന്നു. അതുകൊണ്ട് അവൻ എവിടെ പോകണമെന്നൊരു പിടിയില്ല. വീണ്ടും തിരിച്ചു ചെന്നാൽ വീട്ടിൽ കയറ്റാനുള്ള ഒരു സാധ്യതയില്ലാത്തത് കൊണ്ട് അവൻ ഓടിച്ചെന്നത് അമ്മയുടെ അടുത്തേക്കായിരുന്നു. അമ്മ അവനെയും കൂട്ടി ഈശോയുടെ അടുക്കിലേക്ക് പോയപ്പോൾ അവൻ്റെ ഉള്ളു പടഞ്ഞിട്ടുണ്ടാകും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിന്നതാ. അപ്പോൾ ഇതാ വീണ്ടും അമ്മ തന്നെയും കൊണ്ട് കുരിശിന് താഴെ വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോട് ഈശോ പറയുകയായിരുന്നു, ഒരെണ്ണം ആത്മഹത്യ ചെയ്തു, വേറൊരെണ്ണം എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ബാക്കി 9 എണ്ണത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനവുമായിട്ടില്ല. നിന്റെ കൂടെയുള്ളവനെയാണെങ്കിൽ എനിക്കൊരൊട്ടും വിശ്വാസവുമില്ല. അതുകൊണ്ട് ഇവനെ നീ വിട്ടുകളയരുത്. ഇവനെയും കൂട്ടി ബാക്കി 11 എണ്ണത്തിനെ അല്ലെങ്കിൽ 10 എണ്ണത്തിനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തി എന്നോട് കൂടെ ആയിരിക്കാനുള്ള ഒരു താല്പര്യം ഇവരിൽ ജനിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് മകൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തൻ്റെ കൂട്ടിലേക്ക്, തൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കപ്പെട്ടു.
അതിനാൽ പ്രിയമുള്ളവരെ, വിശ്വസിക്കുക. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു ചിന്തയുണ്ട്. ക്രിസ്തുവിനെ ഒറ്റയ്ക്കിട്ട് പോകാൻ ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. എൻ്റെ കൂടെ എന്നും കൊണ്ടു നടക്കുമെന്നൊരു തീരുമാനമെടുക്കും. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ, അതികുർബാന സ്വീകരണം കഴിഞ്ഞ് ഒരുത്തൻ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നേക്കാം. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുക, അച്ഛാ ഈശോ മുമ്പിലാണോ അതോ പിമ്പിലാണോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായി. അപ്പം അവൻ വീണ്ടും ചോദിച്ചു, അച്ഛാ ഈശോയാണോ മുമ്പിൽ അല്ലെങ്കിൽ മാതാവാണോ മുമ്പിൽ, ആരെയാണ് മുമ്പിലിടേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ അവൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുക? അവസാനം അവൻ വെന്തിഞ്ഞൂരിയിട്ട് പറഞ്ഞു, അച്ഛാ ഇതിനകത്ത് രണ്ടെണ്ണമാണുള്ളൂ. ഒന്ന് പരിശുദ്ധ അമ്മയുണ്ട്, ഈശോയുടെ. അപ്പോൾ ഈശോയാണോ മുമ്പിൽ പരിശുദ്ധ അമ്മയാണോ മുമ്പിൽ? അച്ഛാ ചിലപ്പോൾ ഈശോ ആയിരിക്കും മുമ്പിൽ, പിന്നെ ഒരു കളിയും കുളിയും കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പിന്നിലാകും, ചിലപ്പോൾ അമ്മ മുമ്പിലാകും. അതുകൊണ്ട് എവിടെയാണ് വേണ്ടത്? ഈശോ എവിടെ വേണം? പ്രിയമുള്ളവരെ, നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ മുമ്പിലായിരിക്കും, ചിലപ്പോൾ പിമ്പിലായിരിക്കും. ഒരു ദിവസം ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ വീട്ടിൽ ഏതാണ്ടൊരു 3-4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയോട് ബർഗർ വേണമെന്ന് ആവശ്യപ്പെടും. പറഞ്ഞ് ആരോ കാണാൻ വന്നപ്പോൾ ബർഗർ കൊടുത്തതാ. ഒരെണ്ണം ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അമ്മ ചൊട്ടക്ക് സമ്മതിക്കാനുള്ള തരത്തില്ല എന്ന് പറയും. അവസാനം ഗതി മുട്ടിയിട്ട് അവൻ്റെ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, എടാ അമ്മാമ്മയോട് ചോദിക്കുക, അമ്മാമ്മ തരാണെങ്കിൽ നീ എടുത്തു. അമ്മാമ്മ കൊടുക്കാൻ ഒരു വഴിയില്ല. അവസാനം അമ്മാമ്മ വേറൊരു ടെക്നിക്ക് എടുത്തു. അമ്മാമ്മ പറഞ്ഞു, എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിനക്ക് തരാടാന്ന് പറഞ്ഞു. ആത്മഹത്യപരമായൊരു തീരുമാനമാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം 1 മണിക്കൂർ കൂടുതലുണ്ട്. അവൻ പറഞ്ഞു, ബാ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ബർഗറിന് വേണ്ടി അവൻ്റെ അമ്മാമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കത്തോലിക്ക ബർഗറാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്കൊരു അവ്യക്തമായ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മുടെ അമ്മമാർ നമ്മളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്, ഒറ്റ വിളി. നമ്മളത് കേൾക്കും, ഉടനെ ഓടിച്ചെല്ലും. ഒരിക്കലും ചെല്ലത്തില്ല. വിളിച്ച് വിത കെട്ടാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ പഠിക്കാനിരിക്കും, എവിടെയെങ്കിലും പോകാനിരിക്കും, പണി എല്ലാവരും ആ സമയത്തായിരിക്കും. അവസാനം പൂച്ചക്കുഞ്ഞിനെ തള്ളപ്പൂച്ച എടുത്തുണ്ടോനോ അല്ല കടിച്ചു പിടിച്ചൊക്കെ വലിച്ചുണ്ടൊക്കെ വന്നിട്ടുണ്ടാവും പലരെയും. ഞാനൊക്കെ അതിനകത്ത് പെട്ടതാണ്. നമ്മളുടെ ഓരോരുത്തരുടെ അമ്മ നമ്മളെ ആദ്യമായി കുരിശു വരക്കാൻ പഠിപ്പിച്ചതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. അമ്മ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നു, അമ്മയുടെ മുമ്പിൽ നമ്മളെ ഇങ്ങനെ നിർത്തുന്നു. അമ്മയ്ക്ക് അഭിമുഖമായല്ല, ഈശോയ്ക്ക് അഭിമുഖം. എന്നിട്ട് ഇങ്ങനെ കുരിശു വരയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതാണ് ആ ഒരു സ്ഥാനം, അതാണ് കത്തോലിക്ക ബർഗർ. മുന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി പൊട്ടിയൊലിക്കുന്ന ഈശോയുടെ ഹൃദയം, പിന്നിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിരന്തരം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയം. ഇതിനിടയിലായിപ്പോയ ഞാൻ. ഒരു കത്തോലിക്ക വിശ്വാസിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. വെന്തിഞ്ഞയ്ക്ക് മുന്നിലാണോ ഈശോ, പിന്നിലാണോ ഈശോ? ആത്യന്തികമായ ഒരു പഠനമൊന്നും ഇതിൻ്റെ പിന്നിലില്ല. പക്ഷേ മുന്നിൽ എപ്പോഴും ഈശോയുടെ തിരുഹൃദയമാണ്, പിന്നിൽ മറിയത്തിൻ്റെ വിമല ഹൃദയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു കത്തോലിക്ക, ഒരു ബർഗറിന് വേണ്ടിയുള്ള ഒരു മകൻ്റെ കരച്ചിൽ, ഒരു കത്തോലിക്ക ബർഗറിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം പൂർത്തിയായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ, മുന്നിൽ ഈശോയുടെ ഹൃദയവും, എനിക്ക് വേണ്ടി പൊട്ടിയൊലിക്കുന്ന ഈശോയുടെ ഹൃദയവും, പിന്നിൽ എനിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹത്താൽ നിരന്തരം സ്പന്ദിക്കുന്ന എൻ്റെ അമ്മയുടെ ഹൃദയവും. അമ്മ എന്ന് പറയുന്നത് അമ്മ മാത്രമല്ല, അതൊരു ഷോർട്ട് ഫോമാണ് എന്നെ സംബന്ധിച്ചു. അപ്പൻ്റെ ആയും അമ്മയുടെ മായും ചേർന്ന്, അല്ലെങ്കിൽ നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടി നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഈ അമ്മ എന്ന ഒറ്റ വാക്കിലൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവുമുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഓരോ ബലിയർപ്പണത്തിലേക്കും നാം കടന്നു വരുമ്പോൾ, ബലിയർപ്പണം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട്. മകൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇവന്റെ ജീവിത മേഖലകളിലേക്ക് കൊണ്ടു നടക്കണം. തിരിച്ചിവിടെ ഉടനെ തന്നെ കൊണ്ടുവരാൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും വേണം എന്ന് നാം പറയുമ്പോഴും
പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ആവശ്യമില്ല. ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നത് വരെ മതി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും കൊണ്ടുവന്നാൽ അമ്മയ്ക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവും. ചിലരൊക്കെ ആഴ്ചയിലേ വരുള്ളൂ. അപ്പോൾ അമ്മ ഇങ്ങനെ വയർത്ത് കുളിക്കും, നീല അങ്കി ഇങ്ങനെ വയർത്ത് കുളിക്കും. അതൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് അമ്മ ഈ പുറത്ത് ഉണക്കാനിട്ട് അമ്മ ഇങ്ങനെ കാത്തിരിക്കും. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക്. അധികം ബുദ്ധിമുട്ടിക്കാതെ പരിശുദ്ധ അമ്മയുടെ ആ വലിയ സംരക്ഷണം ആസ്വദിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ മുമ്പിലേക്ക്, ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന, അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മരിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും, ദിവ്യകാരുണ്യ ഭക്തി മരിയ ഭക്തിയിലേക്കും നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുമെന്ന് വചനവും പാരമ്പര്യവും വിശ്വാസവും നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ എൻ്റെ ഈശോയെ ഒറ്റയ്ക്കാക്കാതെ, ഈ സക്രാരിയിൽ ഈശോ, എൻ്റെ ഈശോ സക്രാരിയിൽ ഒറ്റയ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വ്യക്തിപരമായി ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ ആ തീരുമാനമെടുത്ത് ഈ ദൈവാലയത്തിൽ നിന്ന് പരിശുദ്ധമായ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ തൻ്റെ നീല അങ്കി കൊണ്ട് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് പിന്നാലെ നടന്ന് ഇതാണ് വഴി, ഇതിലേ പോകുക എന്നിങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അമ്മയ്ക്ക് പോലും നമ്മളുടെ ആ സംരക്ഷണം പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റാതാകുമ്പോൾ അമ്മ കരുണയുടെ കവാടത്തിലേക്ക് കൂടെ നമ്മളെ കൊണ്ടുപോകും. ഇത് വേറെ ഒന്നുമല്ല, കുമ്പസാരക്കൂട്. പ്രിയമുള്ളവരെ, അന്തോണീസ് പുണ്യവാളൻ്റെ ജീവചരിത്രത്തിൽ ചെറിയൊരു അനുഭവം പുണ്യാളച്ചൻ പങ്കുവയ്ക്കുന്നു. അന്തോണിച്ചൻ അച്ഛനാണല്ലോ. അന്തോണിച്ചൻ ഒരിക്കൽ തൻ്റെ ആശ്രമത്തിൽ ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്തോണിച്ചൻ്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അന്തോണിച്ച ഒന്ന് കുമ്പസാരിക്കും. അന്തോണിച്ചൻ വളരെ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു, നീ കുമ്പസാരക്കൂടിനടുത്തേക്ക് പോയി ഒരുങ്ങിക്കൊള്ളൂ, ഞാൻ ഇപ്പോൾ വരാം. ഈ കുമ്പസാരക്കൂട്ടിലേക്ക് നടന്നെടുക്കുന്ന അന്തോണിച്ചൻ കുമ്പസാരക്കൂടിനരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ? അപ്പോൾ അന്തോണീച്ചനെ നോക്കി ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്തോണീച്ച, ഞാനാണ് ഇപ്പോൾ വന്ന് അച്ഛനോട് പറഞ്ഞത് കുമ്പസാരിക്കണം. നിന്നോടല്ലടാ ഞാൻ ചോദിക്കുന്നത് നിന്നോടാ. ഇവൻ ചുറ്റും നോക്കിയിട്ട് ആരെയും കാണാനും. വീണ്ടും അന്തോണീച്ചനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്തോണീച്ച, നീ മിണ്ടാണ്ടിരിക്കുക, നിനക്ക് കാണാൻ പറ്റില്ല, ഞാൻ നിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി പിശാചിനോടാണ് ചോദിക്കുന്നത്, നീ എന്താണ് ഇവിടെ? അത് നിനക്ക് കാണാൻ പറ്റത്തില്ലടാ, നിൻ്റെ അടുത്തൊരു പിശാചൻ. ആ പിശാചിനോട് അന്തോണീച്ചൻ ചോദിക്കുക, നീ എന്താ ഇവിടെ? അപ്പോൾ അന്തോണീച്ചനോട് ഈ പിശാച് പറഞ്ഞു, ഇവനൊരു സാധനം കൊടുക്കാൻ വന്ന. ഇവൻ എന്ത് കൊടുക്കാനാ? അപ്പോൾ അന്തോണീച്ചനോട് ഈ പിശാച് പറയുന്നുണ്ട്, ഇവന് ഒട്ടുമില്ലാത്ത ഒരു സാധനമാണ് ഈ നാണം, ലജ്ജ എന്ന് പറയും. അതുകൊണ്ട് കുമ്പസാര കൂട്ടിൽ കയറുമ്പോൾ ഞാനിത് കൊടുക്കും, എന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനിത് മേടിക്കും. അതുകൊണ്ട് കുമ്പസാര കൂട്ടിൽ നിൽക്കുമ്പോൾ അവന് ഭയങ്കര നാണമായിരിക്കും. അതുകൊണ്ട് അവൻ പലതും പറയാതെ പോകും. അപ്പോൾ ഞാൻ വിജയിക്കും. ഇറങ്ങിക്കഴിയുമ്പോൾ ഞാനത് മേടിച്ചെടുക്കും. പിന്നെ അവൻ്റെ നാണം ഉണ്ടാവില്ല. ജീവിക്കാൻ ഒരു നാണമില്ല, കുമ്പസാരക്കൂട്ടിലൊരു നാണമുണ്ട്. പ്രിയമുള്ളവരെ, പിശാചിൻ്റെ ഈ ഒരു ആഗ്രഹത്തോടു കൂടെ അവൻ്റെ അടുത്ത് നിൽക്കുന്ന പിശാചിനെ ബന്ധിച്ച് അവിടെ നിന്ന് ആട്ടിപ്പായിച്ചിട്ട് നല്ല കുമ്പസാരം നടത്തി ഈ ചെറുപ്പക്കാരനെ കർത്താവിൻ്റെ ചെറുപ്പക്കാരനാക്കി മാറ്റിയപ്പോൾ ഇതേ ലജ്ജ, ഇതേ നാണം കുമ്പസാരക്കൂട്ടിൽ നമ്മെയും പലപ്പോഴും വിഴുങ്ങിയിട്ടുണ്ട്, വിഴുങ്ങാനുള്ള സാധ്യതയും. അങ്ങനെയെങ്കിൽ കുമ്പസാരക്കൂട്ടിൽ നാം നാണം കെട്ട് പലതും പറയാതിരുന്നാൽ നാട്ടിലും വീട്ടിലും നമുക്ക് നാണം കെട്ട് ജീവിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വസിക്കണം, കുമ്പസാരക്കൂട്ടിൽ നാണമില്ലാതെ കുമ്പസാരിക്കാൻ സാധിച്ചാൽ വീട്ടിലും നാട്ടിലും ശിരസുയർത്തി അഭിമാനത്തോടുകൂടെ ഒരു കത്തോലിക്കനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, പറഞ്ഞു വെച്ച കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രം: ഈ സക്രാരിയിൽ എൻ്റെ ഈശോയെ ഞാൻ ഒറ്റയ്ക്കാക്കത്തില്ല. അവനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്വീകരിക്കും. എന്നിട്ട് അവനെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണം എൻ്റെ പിന്നിൽ എങ്ങനെ ഉണ്ടാകും. ആ സംരക്ഷണം ഒരുപാട് നാളത്തേക്ക് ഞാൻ നീട്ടിക്കൊണ്ടു പോകത്തില്ല. ഉടനെ തന്നെ ദൈവാലയത്തിലേക്ക് വന്ന് വീണ്ടും
ആ കൃപയിൽ കുളിച്ചു കയറും. ആ കൃപയിൽ കുളിച്ചു കയറാൻ അമ്മയുടെ മാധ്യസ്ഥ്യം മാത്രം മതിയാകാതെ വരുന്ന സമയം ഞാൻ കരുണയുടെ കൂടാരത്തിൽ, കുമ്പസാരക്കൂട്ടിൽ ലജ്ജയില്ലാതെ എൻ്റെ പാപക്കറകൾ ഇറക്കി വെച്ച് വീണ്ടും കൃപയുടെ ആലയമായ ഈ സക്രാരിക്ക് മുന്നിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അങ്ങനെ ദിവ്യകാരുണ്യ ഭക്തിയുടെ, മരിയ ഭക്തിയുടെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടാതെ ഓടാൻ ഞാൻ തീരുമാനമെടുക്കാം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ ഭക്തി മരിയ ഭക്തിയിലേക്കും, മരിയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും നമ്മളെ നടത്തുന്നുണ്ട്.